മുഅ്മിനീങ്ങളെ, ഇത് മടക്കി കീസൽ വെക്കണ്ട, കുറിച്ചോ അതിന്റെ അർത്ഥം പറയാൻ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസിലുള്ള ഒരു പ്രത്യേകമായ ഇസ്തിഗ്ഫാറാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അതായത് എല്ലാ ഇസ്തിഗ്ഫാറിന്റെയും ക്യാപ്റ്റൻ എന്നാണ് ഇതിന്റെ അർത്ഥം. സയ്യിദ്, ലീഡർ എന്നാണ്. കാരണം ഇതിൽ യഥാർത്ഥമായ ഒരു തൗബ തന്നെ ഉൾക്കൊള്ളുന്ന ഒരു ഇസ്തിഗ്ഫാറാണ്. യഥാർത്ഥമായ ഒരു തൗബ തന്നെ ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള ഒരു ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാറിന്റെ മഹത്വം അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാലഹ മിനൻ നഹാരി മൂഖിനൻ ബിഹാ, ഇതിലുള്ള ആശയങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ട രൂപത്തിൽ ഒരാളിതിനെ പകൽ സമയത്ത് പറഞ്ഞാൽ, പകലിൽ പറഞ്ഞാൽ, എന്നിട്ട് വൈകുന്നേരം ആകുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ വിധി പോലെ ആ മനുഷ്യൻ മരിച്ചുപോയാൽ, പകലിൽ ചിലപ്പോൾ മനുഷ്യൻ മരിച്ചു പോകും, അങ്ങനെ രാവിലെ ഇസ്തിഗ്ഫാർ ചൊല്ലിയ മനുഷ്യനാണ് ആ പകലിൽ മരിച്ചു പോകുന്നതെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഭിപ്രായങ്ങൾ പറഞ്ഞു, വമൻ ഖാലഹാ മിനൽ ലൈൽ, രാത്രിയിൽ ഒരാൾ ഇത് പറഞ്ഞാലോ, മൂഖിനൻ ബിഹാ, ഇതിലുള്ള ആശയങ്ങൾ മുഴുവനും ഖൽബിൽ ഉൾക്കൊണ്ട രൂപത്തിൽ രാത്രി ഒരാൾ പറഞ്ഞു, എന്നിട്ട് വമാത, ആ മനുഷ്യന് രാത്രി മരിച്ചുപോയി, എന്നാൽ ദഖലൽ ജന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ സ്വർഗത്തിലാണ്. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്ന് പറഞ്ഞാൽ മുഅ്മിനായിട്ടല്ലാതെ മരിച്ചു പോകില്ല. സ്വർഗം കിട്ടണമെങ്കിൽ ഈമാനോടുകൂടി മരിക്കണം. ആ ഈമാനോട് കൂടിയിട്ടല്ലാതെ ഇസ്തിഗ്ഫാർ ചൊല്ലിയ മനുഷ്യൻ മരിച്ചു പോകില്ല. അപ്പൊ അത്രയും വലിയ പവറുള്ള ഒന്നാണ്, ഉറപ്പാണ്. 2 ടാബ്ലറ്റ് പോലെ, രോഗികൾ കുടിക്കുന്ന 2 ടാബ്ലറ്റ് പോലെ, രാവിലെ ഒന്ന് ചെല്ലാം, അതുപോലെ വൈകുന്നേരം ഒന്ന് ചെല്ലാം. മുഅ്മിനീങ്ങൾ അതിനെന്ത് ചെയ്യണോ? കാണാതെ പഠിക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് സന്തോഷം. അല്ലെങ്കിൽ ഞാനിപ്പോ ഞാൻ കഴിഞ്ഞ കൊല്ലം 2023 നിങ്ങൾക്കൊരു സ്വലാത്ത് അല്ലെ ഒരു പേപ്പർ തന്നിരുന്നു. അപ്പൊ നിങ്ങൾ അത് എന്ത് ചെയ്തിനെന്നറിയില്ല. അൽഹംദുലില്ലാഹ് ഞാൻ അതിന്റെ റൂമിലെ ഗോദ്രേജിൽ അതിനെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചു. അപ്പൊ എപ്പോ ഒരു ദിവസം അൽഹംദുലില്ലാഹ് കുറെ പ്രാവശ്യം എപ്പോഴും നോക്കുന്ന അപ്പൊ കാണുന്ന ഇതാണ്. അപ്പൊ ഇങ്ങനെ ഡ്രസ്സ് മാറ്റുമ്പോ, കണ്ണാടി നോക്കുമ്പോ, തല വാരുമ്പോ ഓരോരു സ്വലാത്താണ്. അതിപ്പോ അത് നമുക്ക് കാണിച്ചു തന്ന ആൾക്ക് എത്ര കൂലി കിട്ടും, അത് നമുക്ക് കാണിച്ച് പഠിപ്പിച്ചു തന്ന ആൾക്ക് എത്ര കൂലി കിട്ടും. അപ്പൊ അതുപോലെ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെയാണ്. എപ്പോഴും നമ്മൾ നോക്കുന്ന വീട്ടിലുള്ള ഒരു സ്ഥലത്തിൽ ഇങ്ങനെ അതിനെ വെക്കുക. അത് കീശയിൽ വെച്ചാൽ അത് പോകും, ഉറപ്പാണ്. പിന്നെ ടോയ്ലറ്റിലെല്ലാം കൊണ്ടുകൊണ്ട് വരും, അത് പാടില്ല. അള്ളാഹുവിന്റെ പേരുണ്ട്, അള്ളാഹുവിന്റെ പേരുള്ള ഒരു കടലാസ് ടോയ്ലറ്റിൽ കൊണ്ടുപോകാൻ നിഷിദ്ധമാണ്. അപ്പൊ അതിനേക്കാൾ നല്ലത് നമ്മുടെ വീടിൽ നാം എപ്പോഴും നിരന്തരം കാണുന്ന ഒരു സ്ഥലത്തിന് അതിനിങ്ങനെ ഒട്ടിക്കും. അപ്പൊ നോക്കുമ്പോൾ ഒരു ദിവസത്തിൽ 2 ടാബ്ലറ്റ് പോലെ ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ ഒരു 10 ദിവസം പറയുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് ഓട്ടോമാറ്റിക്കായി അത് ഇങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സിൽ കാണാതെ പഠിക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വലിയ അർത്ഥമുള്ള വിഷയമാണ്. എന്താ? അല്ലാഹുമ്മ അൻത റബ്ബി, അധ്യായം പറയും, അല്ലാഹുമ്മ പടച്ചോനെ, അൻത റബ്ബി, നീയാണ് എന്റെ റബ്ബ്. അള്ളാഹ്ക്ക് എത്ര സന്തോഷമാവില്ലേ? പാപം ചെയ്ത, കുറ്റം ചെയ്ത ഞങ്ങൾ അള്ളാഹുവിനെ വിളിച്ച് നമ്മുടെ മനസ്സിൽ ഞാനൊന്നുമല്ല എന്ന രൂപത്തിലാണ് അള്ളാഹിനോട് പറയുന്നത്. പടച്ചോനെ, ഞാൻ നിന്റെ അടിമയാണ്, നീയാണ് എന്റെ റബ്ബ്. അല്ലാഹുമ്മ അൻത റബ്ബി, നീയാണ് എന്റെ റബ്ബ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ പടച്ചോനില്ല. അല്ലാഹ്, നീയല്ലാതെ ഇലാഹ് ഇല്ല. ഖലഖ്തനീ, എന്നെ പടച്ചത് നീയാണ്, എന്നെ പടച്ചത് നീയാണ്. അല്ലാഹ്, വ അന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ്, ഞാൻ നിന്റെ അടിമയാണ്. അള്ളാഹ്ക്ക് നമ്മ ഒരു അടിമ എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷമാണ്. അള്ളാഹിന്റെ മുന്നിൽ ഞാനൊരു, അതുകൊണ്ടല്ലേ അബ്ദുള്ള എന്ന പേരിന് വലിയ മാറ്റമുണ്ട്. എന്താ അതിന്റെ അർത്ഥം? അള്ളാഹിന്റെ അടിമ എന്നാണ്. അള്ളാഹിന്റെ അടിമ എന്ന് പറയുമ്പോ പടച്ചോന് ഭയങ്കര സന്തോഷമാണ്. അതാണ് നമ്മൾ പറയുന്നത്, വ അന അബ്ദു, ഞാൻ നിന്റെ അടിമയാണ് പടച്ചോനെ. വ അന അലാ അഹ്ദിക്, അല്ലാഹ്, ഞാൻ നിന്റെ കരാറിന്റെ മേലിൽ ഇവിടെ ജീവിച്ചു പോകുന്നവനാണ്. എന്റെ സ്വന്തമായിട്ടൊന്നുമില്ല, നിന്റെ കരാറ് എങ്ങനെയുണ്ട് അതുപോലെ. വ വഅദിക മസ്തതഉതു, കഴിവിന്റെ പരമാവധി. അങ്ങനെയാണ്. ഫുള്ളായിട്ട് മഹാന്മാരെ പോലെ ജീവിക്കാൻ നമുക്ക് കഴിയൂല.
കഴിവിന്റെ പരമാവധി, എന്റെ കഴിവ് അനുസരിച്ച് നിന്റെ വാഗ്ദാനങ്ങളും നിന്റെ കരാറുകളും അടിസ്ഥാനത്തിൽ ജീവിച്ചു പോകുന്ന ഒരു അടിമയാണ് അല്ലാഹ് ഞാൻ. വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു. എന്നിട്ട് അല്ലാഹുവിനോട് പറയാൻ, വഅഊദു ബിക, പടച്ചവനെ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാണ്, മിൻ ശർരി മാ സനഅതു, ഞാൻ ഒരുപാട് തെറ്റായ പ്രവർത്തനങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, ഒരുപാട് ഷർറായ, നീ പൊരുത്തപ്പെടാത്ത ഒരുപാട് പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട് പടച്ചവനെ. വഅഊദു ബിക മിൻ ശർരി മാ സനഅതു, അല്ലാഹ് ഞാൻ ചെയ്ത തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്നിട്ട് നിന്നോട് ഞാൻ കാവലിനെ തേടുകയാണ്. എന്നിട്ട് അവിടെ ഒരു വാവ് എക്സ്ട്രയാണ്, വാവ് പറയണ്ട. അബൂലക ബിനിഅമതിക അലയ്യ, പടച്ചോനെ നീ എനിക്ക് ചെയ്തു തന്ന എല്ലാ നിഅമത്തുകളും ഞാൻ അത് സമ്മതിക്കുന്നു അല്ലാഹ്. ഞാൻ സമ്മതിക്കുകയാണ് ലക നിന്നോട്, ബിനിഅമതിക അലയ്യ, നീ എനിക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ ധാരാളമുണ്ട്, അത് ഞാൻ മനസ്സ് തുറന്ന് സമ്മതിക്കുന്നു അല്ലാഹ്. എന്നിട്ട് പറയാണ്, വഅബൂഉ ബിദംബി, പടച്ചോനെ എന്റെ പാപങ്ങളെ കുറിച്ചും ഞാൻ സമ്മതിക്കുകയാണ്. ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഒളിപ്പിച്ചു വെക്കുന്നില്ല, ഞാൻ മറച്ചു വെക്കുന്നില്ല, എല്ലാ പാപങ്ങളും ഞാൻ സമ്മതിക്കുന്നു അല്ലാഹ്. അതുകൊണ്ട് അല്ലാഹുവിനോട് പറയാണ്, ഫഗ്ഫിർലി, എനിക്ക് നീ പൊറുത്തുതാ അല്ലാഹ്. അള്ളാഹുവിനെ ഒരുപാട് പുകഴ്ത്തി, അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ ഒന്നുമല്ല എന്ന് പറഞ്ഞു വരുത്തി. എന്നിട്ട് അള്ളാഹിനോട് പറയാണ്, ഫഗ്ഫിർലി, പടച്ചോനെ എനിക്ക് നീ പൊറുത്തുക അല്ലാഹ്. ഫഇന്നഹു ലാ യഗ്ഫിറുദ്ദുനൂബ ഇല്ലാ അൻത, നീ അല്ലാതെ ദോഷങ്ങളെ പൊറുത്തു തരാൻ ഒരാൾക്കും കഴിയൂല, അതുകൊണ്ട് നീ എനിക്ക് പൊറുത്തുതാ. ഈ ഒരു ദുആ ഇസ്തിഗ്ഫാർ ഒരാൾ ചൊല്ലിയാൽ അയാൾക്ക് സ്വർഗം ഉറപ്പാണ്. രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം ചൊല്ലിയാലും അതിന്റെ ഇടയിൽ മനുഷ്യൻ മരിച്ചുപോയാൽ സ്വർഗം ഉറപ്പാണെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ ഒന്നിച്ച് ഒന്ന് ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു വഅഊദു ബിക മിൻ ശർരി മാ സനഅതു. أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت وأعوذ بك من شر ما صنعت. أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت وأعوذ بك من شر ما صنعت. أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. الله قبولاക്കട്ടെ ഇൻഷാ അല്ലാഹ്. റമദാൻ ആവുമ്പോ ഇത് ഞങ്ങൾ കാണാതെ പഠിച്ച് നമ്മുടെ ഖൽബിൽ വെച്ചാൽ അൽഹംദുലില്ലാഹ് ഇസ്തിഗ്ഫാറിന്റെ മാസമാണ് റമദാൻ എന്ന് പറഞ്ഞാൽ.
ആ റമദാനിൽ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒരാൾ ചെല്ലുന്നുണ്ടെങ്കിൽ വലിയ ബറക്കത്തും സന്തോഷവും. പിന്നെ പ്രത്യേകമായ ഒരു തൗബയുടെ ആവശ്യമില്ല. മഹാന്മാർ പറഞ്ഞ അങ്ങനെ ഇതൊരു തൗബയാണെന്നാണ്. എല്ലവും അള്ളാഹുവിനോട് നമ്മുടെ കുറ്റങ്ങൾ തുറന്നു പറയലും അള്ളാഹുവിനെ പുകഴ്ത്തലും എല്ലവും ഉള്ള ഒന്നാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് അത്രയും വലിയ പ്രതിഫലം വെച്ചത്. പക്ഷെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, മൂക്കിനൻബിയ, അതുകൊണ്ട് ഉറപ്പുള്ളവനാകണം. ഞാൻ അള്ളാഹുവിന്റെ റബ്ബ് ആണ്, അവനല്ലാതെ പഠിച്ചവനില്ല, ഞാനൊന്നുമല്ല, എല്ലാം മനസ്സിന്റെ ഉള്ളിൽ നിന്നിട്ട് തുറന്നു പറയുന്ന രൂപത്തിൽ ഇത് പറഞ്ഞാൽ, എന്നിട്ട് അവൻ മരിച്ചുപോയാൽ മുഅ്മിനീങ്ങളെ മരണം ഏതായാലും ഉറപ്പാണ്. ഒന്നിരിക്കലോ പകലായിരിക്കും, ഒന്നിരിക്കലോ രാത്രിയായിരിക്കും. ആ രാത്രിയുടെ മരണം വരുന്നതിന് മുമ്പ്, പകലിന്റെ മരണം സംഭവിക്കുന്നതിന് മുമ്പ് ഈ ഒരു ഇസ്തിഗ്ഫാർ നാം ചൊല്ലിവെച്ചവരാണെങ്കിൽ ഈമാനോട് കൂടിയിട്ടല്ലാതെ നമുക്ക് മരിക്കാൻ കഴിയൂല. പറഞ്ഞത് ഞാനല്ല, മുത്തായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതം മുഴുവനും മരണം വരെ ഇനിയുള്ള ജീവിതങ്ങൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഓരോ തവണയെങ്കിലും ചൊല്ലിയിട്ടല്ലാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ പടച്ചവനെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളൊക്കെയും ഒന്നിച്ച് 3 തവണ ഇസ്തിഗ്ഫാർ ഞങ്ങൾ ചൊല്ലിയിട്ടുണ്ട് പടച്ചവനെ. അല്ലാഹുവേ, ആ ഇസ്തിഗ്ഫാറിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ നിന്റെ അടിമകളാണല്ലോ. നീയാണ് നമ്മുടെ രാജാവ്, നീയാണ് നമ്മുടെ ഉടമ. അല്ലാഹുവേ, നിന്നെ കൊണ്ടല്ലാതെ ഈ അടിമകളെ കൊണ്ട് ചെറിയ ഒരു വിരൽ തുമ്പ് പോലും സ്വന്തമായി അണക്കാൻ കഴിയാത്തവരാണ് റബ്ബേ ഞങ്ങൾ. ഇത്തരത്തര ആളുകൾ ചെറിയ ഒരു നിറമ്പിന് പ്രശ്നം ബാധിച്ചപ്പോ ഇന്ന് കിടന്ന കിടത്തത്തിര് തന്നെ അണങ്ങാൻ കഴിയാതെ അവർ കിടക്കുകയാണ്. അല്ലാഹ്, സ്വന്തമായി നമ്മെ കൊണ്ട് എല്ലാം ചെയ്യാൻ കഴിയുമായിരുന്നുവെങ്കിൽ നമുക്കെന്തും ചെയ്യാമായിരുന്നു. അല്ലാഹ്, ഇല്ല പടച്ചോനെ, അടിമകളാണല്ലോ ഞങ്ങൾ, നീയാണ് ഉടമ. ഉടമയായ ഞങ്ങൾക്ക് നിന്റെ റഹ്മത്ത് നീ ചൊരിയണേ അല്ലാഹ്. ഉടമയായ നീ ഞങ്ങൾക്ക് നിന്റെ റഹ്മത്ത് നീ ചൊരിയണേ അല്ലാഹ്. ഖൈറ് ചൊരിയണേ അല്ലാഹ്, ബറക്കത്ത് ചൊരിയണേ റബ്ബ്. നമുക്ക് നീ തന്ന ആഫിയത്ത് നിലനിർത്തി തരണേ അല്ലാഹ്. നീ തന്ന നിഅമത്ത് കൊണ്ട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയതിന്റെ പേരിൽ ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ റബ്ബ്, ഞങ്ങളെ നീ ബേജാരിലാക്കല്ലേ അല്ലാഹ്. എത്രയോ ആളുകൾ പല രൂപത്തിലുള്ള മുറാദുകൾ പറഞ്ഞ് ദ്വാരക്കാൻ വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, പടച്ചവനെ, ശിഫാഅ് നൽകണേ അല്ലാഹ്, ശിഫാഅ് നൽകണേ റബ്ബ്. അവരുടെ മുറാദുകൾ ആശിലാക്കണേ അല്ലാഹ്. ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളും ചെയ്യുന്ന പ്രവർത്തനങ്ങളിലും ജോലിയിലും കച്ചവടങ്ങളിലും അല്ലാഹുവേ ബറക്കത്ത് ചൊരിയണേ റബ്ബേ. ജോലി നഷ്ടപ്പെട്ടു പോകുമെന്ന ബേജാരിൽ കഴിയുന്നവർ, തീരെ ജോലിയില്ലാതെ ബേജാറായവർ പോയിട്ട് റബ്ബേ, ഓരോ മാസങ്ങൾ കഴിയുമ്പോൾ വിസിറ്റിംഗ് ഇങ്ങനെ പുതുക്കി അവിടെ ജീവിക്കുന്ന ജോലി കിട്ടാതെ ബേജാറായ എത്രയോ കൂട്ടുകാർ, നാട്ടുകാർ, അല്ലാഹുവേ ഖൈറായ ജോലി നൽകല്ലോ റബ്ബേ. സദസ്സിൽ ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആളുകൾ, നമ്മുടെ നാട്ടിൽ ഒരുപാട് കച്ചവടം ചെയ്യുന്ന ആളുകൾ, കടലിലും കരയിലും പോയി അധ്വാനിക്കുന്ന ആളുകൾ, എല്ലാവരും ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ബറക്കത്ത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ കാരണം നീ നൽകണേ റബ്ബേ. അല്ലാഹ്, ആ പ്രവാസികളെ നല്ല രൂപത്തിൽ സ്വന്തം കുടുംബം പോലെ കണ്ട് അവരെ നല്ല രൂപത്തിൽ തീറ്റിപ്പോറ്റുന്ന, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ മുഴുവൻ ചെയ്തു കൊടുക്കുന്ന എല്ലാ അവിടെയുള്ള അറബികൾ, അല്ലാഹു അവർക്ക് നീ ബറക്കത്ത് നൽകണേ റബ്ബേ. അതേ സമയത്ത് എത്രയോ അറബികളുണ്ട്, പാവങ്ങളായ നമ്മുടെ നാട്ടുകാർ പോയി ചെയ്യുന്ന ബിസിനസിന്റെ വിഹിതങ്ങളും പണങ്ങളും ഒക്കെയും പിടിച്ചു പറ്റിയിട്ട് അത് കൊടുക്കാതെ പ്രയാസപ്പെടുത്തുന്ന ആളുകൾ. ഇന്നലെ ഒരാൾ ബേജാറ് പറഞ്ഞു, ഉസ്താദേ, നമ്മുടെ ATM കബീരിന്റെ കയ്യിലാണ്, സുബ്ഹാനല്ലാഹ്, ചെയ്യുന്ന കച്ചവടങ്ങളുടെ പൈസകൾ മുഴുവനും അവന്റെ അക്കൗണ്ടിലേക്ക് പോകുന്നു. മാസമാകുമ്പോൾ അതിന്റെ പകുതി പോലും തരാൻ അവൻ മടിക്കുകയാണ്. അല്ലാഹ്, അങ്ങനെയുള്ള എത്രയോ ആളുകളുണ്ട് പടച്ചോനെ. അല്ലാഹു, അവർക്ക് നീ സന്മനസ് കൊടുക്കണേ റബ്ബേ. അവർക്ക് റബ്ബേ ആഖിറത്തെ കുറിച്ചുള്ള ബോധം നീ കൊടുക്കണേ റബ്ബേ. ആഖിറത്തെ കുറിച്ചുള്ള ചിന്ത നീ കൊടുക്കണേ റബ്ബേ. ഓരോരുത്തർ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന അവരുടെ ഹലാലായ ആ സമ്പാദ്യങ്ങളും വിഹിതങ്ങളും അവരുടെ കയ്യിൽ സന്തോഷത്തോടെ നീ എത്തിച്ചു കൊടുക്കല്ലാ. ബിഹഖ് സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ്.
عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم.